ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നിന്നൊരു വാച്ച് വന്ന് ടൈം സെറ്റ് ചെയ്യാനും സ്ട്രാപ്പ് ഇടാനാണ് വന്നത്. അപ്പോൾ സ്ട്രാപ്പ് ഇട്ട് അടിപൊളിയാക്കി, പക്ഷെ ടൈം സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കണില്ല പരിപാടി. അപ്പോൾ വാച്ചിൻ്റെ പേര് നോക്കിയപ്പോൾ ഡെക്കാത്തലനാണ്. 77-374 കറക്റ്റ് പറഞ്ഞുതരാടാ നോട്ടെ. യെസ്, 77-374 നമ്പർ. ഡെക്കാത്തലനാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഈ മോഡൽ. അപ്പോൾ ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒരു പിടുത്തം കിട്ടില്ല. കുറേ നോക്കി ശരിയായില്ല. അപ്പോൾ എന്നിട്ട് അവസാനം എനിക്ക് മനസ്സിലായി അത് എങ്ങനെയാണ് സമയം സെറ്റ് ചെയ്യണം എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണ് ഞാൻ സമയം സെറ്റ് ചെയ്തെന്നുള്ളത്. ഇപ്പം നമുക്ക് ഈ വാച്ച് കിട്ടുമ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ സമയമാണ് കാണിക്കുന്നത് 6:39. നമുക്കിത് സെറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 4 ബട്ടൺ ഉണ്ട്. 1 2 3 4 1 2 3 4. അതിലൊരു പ്ലേ സ്വിച്ച് പോലത്തെ CD ഡ്രൈവുമ്പോഴൊക്കെ കാണുന്ന പ്ലേ സ്വിച്ച് പോലത്തെ ഒരു ബട്ടൺ മുകളിലുണ്ട്. അപ്പോൾ ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഞെക്കുക സെറ്റ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് തന്നെ ഈ മുകളിലുള്ള ബട്ടൺ, ഈ ബട്ടൺ ഒന്ന് ഞെക്കുക. അപ്പോൾ ക്രോണോ എന്നും പറഞ്ഞ് കാണും. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു 5 റിങ്ങുകൾ കാണാം. അതിൽ റിങ്ങുകൾ മാറ്റാനായിട്ട് 1 ടൈമർ, 2 പ്രോഗ് എന്ന് പറഞ്ഞ രീതിയിൽ, 3 ഹിസ്റ്ററി, 4 സെറ്റ് എന്നും പറഞ്ഞ് വരും. നമുക്ക് ഈ 4ാമത്തെ സെറ്റിങ്സിലാണ് വേണ്ടത്. സെറ്റിങ്സിൻ്റെയാണ്. ആ സെറ്റ് എന്നും പറഞ്ഞ് വരുമ്പോൾ വീണ്ടും ഈ പ്ലേ ബട്ടൺ ഒന്ന് ഞെക്കാം. അപ്പോൾ അലാറം, അപ്പോൾ ഇതിലാണ് നമ്മൾ അലാറം സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അലാറം സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ടിക്ക് കൊടുക്കുക. ഇവിടെ ഒരു ടിക്ക് എംബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ ടിക്ക് കൊടുക്കുക. അപ്പോൾ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യുക, ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് വീണ്ടും ടിക്ക് കൊടുക്കുക. അപ്പോൾ എത്ര മണിക്കാണ് കൊടുക്കേണ്ടത്? നമുക്ക് രാവിലെ 6 മണിക്ക് കൊടുക്കണം എന്നായിരിക്കും. അപ്പോൾ ഈ സമയം അടിയിലേക്ക് മാറ്റാനും മുകളിലേക്ക് കയറ്റാനും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ കയറ്റിക്കഴിഞ്ഞാൽ AM-ലാണ് കിടക്കുന്നത്. AM 12 മണി. 1 പ്ലസ് അടിക്കുക, 2 3 4 5 6. ഓക്കെ. അപ്പോൾ 6:30ക്കാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ മിനിറ്റ് മാറ്റി കൊടുക്കാം. അങ്ങനെ 30 ആക്കാം, 6:30 ആക്കാം. ഓക്കെ, ടിക്ക് കൊടുക്കുക. അലാറം സെറ്റ് ചെയ്തപ്പോൾ രാവിലെ 6:30ക്ക് ഇത് അലാറം അടിക്കും. ഇനി അടുത്ത സെക്ഷൻ നോക്കുമ്പോൾ ഇങ്ങോട്ട് ഞെക്കാം. ടൈം അലാറം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ടൈമാണ്. അപ്പോൾ ടൈം സെറ്റ് ചെയ്യണം. ടൈം സെറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ടൈമിലേക്ക് ഇട്ടിട്ട് ഇവിടെ ടിക്ക് ബട്ടൺ ഞെക്കുക. അപ്പോൾ റെയിൽവേ ടൈമിലേക്ക് വേണമെങ്കിൽ 24H എന്നിടാം, AM PM ആണെങ്കിൽ 12H എന്നിടാം. അതൊക്കെയാണ്. അപ്പോൾ ടിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് മണിക്കൂർ മാറ്റണം വിചാരിക്കും. ഇപ്പോൾ 7 മണിയാണ് സമയം, അല്ലെങ്കിൽ 7:02 സമയം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ PM-ൽ 6 മണിയാണ് കാണിക്കുന്നത്. അപ്പോൾ 7 മണിയായി. ഇനി മിനിറ്റിലേക്ക് മാറ്റണമെങ്കിൽ മുകളിലെ ബട്ടൺ ഞെക്കാം. മിനിറ്റ് ഞെക്കിയിട്ട് സമയം വ്യത്യാസപ്പെടുത്താം. വേണ്ട, 7:02 കറക്റ്റ് ടൈമാക്കി ടിക്ക് കൊടുക്കുക. അപ്പോൾ അത് ഓക്കെ ആയി. 7:02 PM എന്നാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ടൈം ശരിയായില്ലേ? ഇനി ഞെക്കാം, അടിയിലെ ബട്ടൺ ഞെക്കാം. അപ്പോൾ ഡേറ്റ് കാണിക്കും. 8/8/2025 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് 7 അല്ലെങ്കിൽ 6 6 അതൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കാം. 2025 എന്നുള്ള 2024 ആക്കണമെങ്കിൽ ബാക്കിലേക്ക് ആക്കാം. 25 തന്നെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ 26 ആക്കാം. ഇപ്പോൾ 25 കറക്റ്റ്. അപ്പോൾ 25 വെച്ച് വീണ്ടും ടിക്ക് അടിക്കുക. അപ്പം മന്ത് എന്ന് എഴുതി കാണിക്കും. അത് കൂട്ടണമെങ്കിൽ ഇവിടെ ഞെക്കാം, കുറയ്ക്കണമെങ്കിൽ ഇവിടെ ഞെക്കാം. അപ്പോൾ 8 ആക്കണം നമുക്ക്. അപ്പോൾ 8 തന്നെ ആക്കി. പിന്നെ ഡേ കാണിക്കും 8 ആണെന്ന്. അപ്പോൾ 10 ആണെങ്കിൽ അങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഇവിടെ ഞെക്കിയിട്ട് 7 മാറ്റാം. അപ്പോൾ 8ലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ കൊടുത്ത്. അപ്പോൾ ഡേറ്റ് ഓക്കെ ആയി. ഇനി വീണ്ടും ഒരു സെറ്റിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് സ്റ്റക്കായി. ഇനി ഇവിടെ റിട്ടേൺ അടിച്ച് പോകാം. നമുക്ക് സെറ്റിലേക്ക് വന്ന് ഇവിടെ ഓക്കെ, വീണ്ടും റിട്ടേൺ അടിക്കുക. 7:03 കാണിച്ച്. പിന്നെ ഇവിടെ ഞെക്കിയാൽ നമുക്ക് ഡേ, ഡേറ്റ്, വർഷം, സെക്കൻഡ് ഒക്കെ കാണിക്കും. ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ കണ്ട സെറ്റിങ്സ് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഞെക്കിയാൽ ഡേ, ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഡെക്കാത്തലൻ വാച്ചിൻ്റെ സെറ്റിങ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അടിയിൽ കമൻ്റ് ആയിട്ട് ഇടാം. എല്ലാത്തിനും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.